അസ്സലാമലൈക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് പറയാൻ പോകുന്ന അറിവ് ഒരുപാട് പേർക്ക് ഉപകാരമുള്ള ഒരു അറിവാണ്. നമ്മൾ എല്ലാവരും പലവിധ വിഷമങ്ങളിൽ അഡിക്റ്റ് ആയവരാണല്ലേ. പലവിധ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് പതിവ്. കാരണം നമ്മുടെ വിഷമങ്ങളും വേദനകളും എല്ലായ്പ്പോഴും തീരണമെന്നില്ല. ഒന്ന് മാറുമ്പോൾ അടുത്തൊന്ന്, അടുത്തൊന്ന് മാറുമ്പോൾ അടുത്തൊന്ന് എന്ന കണക്കിലാണ് ഓരോ വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് പല വിധത്തിലുമുള്ള വിഷമങ്ങളാവാം. ചിലപ്പോ രോഗം കൊണ്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടും പ്രയാസവും കൊണ്ടോ, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടോ, അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ വിഷമമോ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, പറയാൻ പറ്റാത്ത വിഷമങ്ങളും അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന വിഷമങ്ങളുമായിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. മറ്റുള്ളവരോട് തുറന്നു പറയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറ്റാത്ത ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ മാറുവാൻ, അതിലൊക്കെ ഒരു മാറ്റം കണ്ടുപിടിക്കാൻ, ആ വിഷമങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയ ചൊല്ലി ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആ എന്താണോ കാര്യം ആലോചിച്ച് വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് അത് നേരെയായി നമ്മുടെ ജീവിതത്തിൽ ഹൈറായി അതിന്റെ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിൽ ഒരു പ്രാർത്ഥന തന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ദുആ തന്നുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുകയാണെങ്കിൽ, നമ്മൾ വിഷമങ്ങൾ ആലോചിച്ച് ഒരുപാട് നേരം ഇരുന്ന് സമയം വെറുതെ വേസ്റ്റ് ആക്കുന്ന, അല്ലെങ്കിൽ ഡിപ്രഷന്റെ ഒരു അവസ്ഥയിലോട്ട് പോകുന്ന സാഹചര്യങ്ങളാണ്. നമ്മൾ കൂട്ടുകാരോ വീട്ടുകാരോ കുടുംബക്കാരോ ഉണ്ടെങ്കിൽ മാത്രം നമ്മുടെ സമയം അത് നമ്മൾ ഓർമ്മിക്കാതെ, അത് കഴിഞ്ഞിട്ട് അത് ഒക്കെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഓർമ്മിച്ച് വല്ലാത്ത വിഷമങ്ങളും വേദനകളും അനുഭവിക്കുന്ന ഒരു സമയമാണല്ലേ. ഓരോ കാര്യങ്ങളും ആലോചിച്ച് നമുക്ക് വിഷമം വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഇൻഷാ അല്ലാഹ് ഈ ചെറിയ ഒരു ചൊല്ലി ചെയ്യുകയാണെങ്കിൽ, ആ ദുആ ഏതാണ്? ഇന്നമാ അഷ്കൂ ബസ്സ വഹുസ്നി ഇലല്ലാഹി. ഇത്രയേ ഉള്ളൂ. ചെറിയ ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് ഈ ചൊല്ലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഏറെക്കുറെയുള്ള വിഷമങ്ങൾ, നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾക്കൊരു പരിഹാരമാണ്. ഇൻഷാ അല്ലാഹ് വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂലോകത്തില്ല. അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ആ വിഷമങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ റബ്ബിന്റെ അടുത്ത് കൂടുതൽ അടുക്കുകയാണെങ്കിൽ, നമ്മുടെ ദീനീപരമായിട്ട് കൂടുതൽ അടുക്കുകയാണെങ്കിൽ, റബ്ബ് എന്ത് ചെയ്യും? നമ്മുടെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കും. ഇൻഷാ അല്ലാഹ് ഇത് റബ്ബിന്റെ പരീക്ഷണമാണല്ലേ. ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പടച്ച റബ്ബിന്റെ പരീക്ഷണമാണ്. എന്താണ്, അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നതാണ്. എന്ന് വെച്ചാൽ എനിക്ക് അവർ ഉപകാരം ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവർ നിസ്കരിക്കുന്നുണ്ടോ, നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ദുആ ചെയ്യുന്നുണ്ടോ, നല്ല കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണോ എനിക്ക് ദുആ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അള്ളാഹു പരീക്ഷിക്കുന്നതാണ്. അതിനു മുന്നോടിയായി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ചെറിയ ദുആകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, അതുപോലെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരുപാട് അറിവുകൾ വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ചാനലിന്റെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് തന്നെ ഇടുക. ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഇൻഷാ അല്ലാഹ് ചെയ്യുന്നത്. നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ എളുപ്പവുമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ കിട്ടുന്നത് ഒരു സ്വതക്കയാണ്. അത് നിങ്ങൾ പാഴാക്കാതിരിക്കുക. ഒരു അറിവ് പകർന്ന് കൊടുക്കുന്നതിലൂടെ കിട്ടുന്നത് സ്വതക്കയാണ്. ആ സ്വതക്ക നിങ്ങൾ എന്ത് ചെയ്യുക? പാഴാക്കാതിരിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്കും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അപ്പൊ പറഞ്ഞു വന്നത്, നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത അല്ലെങ്കിൽ പ്രയാസങ്ങളില്ലാത്ത ഒരാളും തന്നെ കാണില്ല. തീർച്ചയായിട്ടും ആ വിഷമങ്ങളും വേദനകളിലും പ്രയാസങ്ങളിലും നമ്മൾ 5 നേരം നമസ്കരിക്കുക. നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക. എപ്പോഴും നമുക്ക് റബ്ബിനോട് കടപ്പെട്ടവരാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തന്നെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ നടത്തിത്തരാം. പക്ഷെ എന്ത് ചെയ്യണം? അതിന് നിങ്ങൾ നമസ്കരിക്കുക, എനിക്ക് വേണ്ടി നമസ്കരിക്കുക, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ദീൻ അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ ദീൻ നമ്മുടെ കയ്യിൽ നമ്മൾ മുറുകെ പിടിക്കുക. ദീനിന്റെ കാര്യങ്ങളിൽ മുറുകെ പിടിക്കാതെയുള്ള അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് പലവിധ പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പരീക്ഷണങ്ങളെ തൊട്ടും അതുപോലെ തന്നെ വളരെയധികം വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെയൊക്കെ നമ്മളെല്ലാ
നമ്മളെ എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീണ്ടും ഇതുപോലുള്ള പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും.